ഇൻമേറ്റ്സിന് മോർണിംഗ് വാക്കിന് കൊണ്ടുപോകാറായില്ലേ? അതിന് ഞാനുണ്ടല്ലോ. ഞാൻ തന്നെ ദിവസവും അവരെ കൊണ്ടുപോകണോ? സാരമില്ല, ഇന്നു മുതൽ ഈ ജോലി ഞാൻ ആയിക്കൊള്ളാം. ഇത് മാത്രമല്ല, ഇൻമേറ്റ്സിനെ സംബന്ധിക്കുന്ന ഈ വക കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ വേണ്ടത്ര ജോലി സ്റ്റീഫൻ ഓഫീസിലുണ്ടല്ലോ. ഇത്തരം ഭാരങ്ങൾ ഒഴിയുമ്പോൾ ആ ജോലികളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയും, ഇല്ലേ? യു ക്യാൻ ഗോ. ഫോട്ടോ എന്തേ ഇത്? റേഷൻ കടയിൽ അരി വാങ്ങാൻ നിൽക്കുന്ന പോലെ നിരനിരയായിട്ട്? ഇങ്ങനെയൊന്നും വേണ്ട. അവരവരുടെ സൗകര്യത്തിന് ഫ്രീ ആയിട്ട് നടക്കാം. കുറെ നേരം നടക്കുമ്പോ ഇരിക്കണമെന്ന് തോന്നിയാ ഇരിക്കാം. പിന്നെ കുറെ തമാശകൾ പറയാം. വേണമെങ്കിൽ കടലിറങ്ങി കൈയും കാലും ഒക്കെ നനയ്ക്കാം. അത് കൊള്ളാം. 15 മിനിറ്റ് കൊണ്ട് കണിയാമ്പാറ വരെ പോയി അവിടുന്ന് 15 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചിവിടം വരെ വരണ്ടേ? എന്തിനാത്? ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പ്രധാന ഉദ്ദേശം കുറച്ച് കാറ്റുള്ള ഇറങ്ങി നടക്കുമ്പോ കൈക്കും കാലിനും ഒക്കെ ഒരു ചെറിയ വ്യായാമം, അത്രേ ഉള്ളൂ. ശ്രീമാൻ ആർക്കയുടെ നിർദ്ദേശം നിത്യവും 1 മണിക്കൂറെങ്കിലും പ്രഭാത വ്യായാമ സവാരി നടത്തണമെന്നാണ്. അത് പാടെ നിരാകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആലീസിന്റെ ഒരു ഭരണപരിഷ്കാരം. ഉറക്ക ഗുളിക നിർത്തലാക്കിയതോടെ രാത്രി മുഴുവൻ ഉറക്കമില്ലാണ്ട് പയ്യാരം പറഞ്ഞിരിക്കുന്ന കിളവന്മാരും കിളത്തികൾ വ്യായാമ സവാരി ഉല്ലാസ സവാരിയായി. ചിരി കളി എന്ന് വേണ്ട വയസ്സന്മാർക്ക് ചെയ്തുകൂടാത്തതെല്ലാം ചെയ്തു തുടങ്ങി. ഇതൊന്നും പോരാഞ്ഞ് കുറെ വർക്കത്തില്ലാത്ത പ്രാവുകളെ വാങ്ങിച്ച് ഇപ്പൊ അവ മുറ്റത്തും വരാന്തയിലും കാഷ്ടിക്കുക. ഇനി എന്നാണോ സാറിന്റെ ക്യാബിനിലും വന്ന് കാഷ്ടിക്കാന്ന് ആർക്കറിയാം? ആർക്കെ സാറുള്ളപ്പോ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാന്ന് വെച്ച, അതും ഇന്നലെ വന്ന ഒരു നഴ്സ്. പട്ടാളത്തിലൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലേ? തനിക്ക് നേരാവണ്ണം സംസാരിക്കാനുള്ള കഴിവ് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഓടോ. എന്ത് പറ്റി? ഈ നശിച്ച ചുമയും വലിയും കൊണ്ട് ശ്വാസം കിട്ടുന്നില്ല മോളെ. എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത്? കുഞ്ഞിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു കരുതി. പുറത്തെ കാറ്റുകൊണ്ടാ ചുമ കൂടുള്ളൂ. വരൂ, അകത്തേക്ക് പോ. വേണ്ട കുഞ്ഞെ, അകത്ത് കിടക്കുന്നവരെങ്കിലും ഉറങ്ങിക്കോട്ടെ. പകല് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നു. അമ്മാവൻ എന്തോ സുഖമില്ലാത്തതുപോലെ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കായിരുന്നല്ലോ. വേണ്ട മോളെ, ഇന്നത്തെ ദിവസം എന്റെ മനസ്സിന്റെ തീ കെടൂല. ഡോക്ടറും മരുന്നും വിചാരിച്ചാലും എന്റെ ഈ ദണ്ണം മാറൂല മോളെ. എന്റെ നാട്ടാടി മരിച്ച ദിവസമാണിന്ന്. മരിച്ചതല്ല, പാടുപെടുത്തി കൊല്ലാതെ കൊന്നതാണ് അവളെ. ആര്? നൊന്തു പറ്റ മക്കള്, നന്ദി കെട്ട നായ്ക്കള്. ആകെ 2 മത്സരിച്ചാണ് സ്നേഹം കൊണ്ടും പാലുകൂട്ടിയും ഞാനും അവളും അവറ്റെ വളർത്തിയത്. കാശിന് വകയില്ലാത്തവനായപ്പോ അവന്മാർക്ക് എന്നെ വേണ്ട, അവളെയും അച്ഛനെയും അമ്മയും കൂടി
തനിച്ചു നോക്കാൻ ഒരുത്തന് കഴിയില്ലെന്നും പറഞ്ഞ് അവന്മാര് ഞങ്ങളെ പിരിച്ചു പോളെ. പിന്നെ ഞങ്ങൾ തമ്മി ഒരിക്കലും കണ്ടിട്ടില്ല മോളെ. ഞാൻ ഒരുത്തന്റെ കൂടെ, അവൾ മറ്റവന്റെ കൂടെ. എന്റെ പങ്കപ്പാട് ഞാൻ സഹിച്ചു. അവളെങ്കിലും സുഖമായിട്ട് കഴിയുന്നല്ലോ എന്നോർത്ത് ഞാൻ സമാനം. പക്ഷേ എന്നേക്കാൾ കഷ്ടമായിരുന്നു അവളുടെ ഗതി. ഒരു വേലക്കാരിയെ പോലെയാണ് അവളെ. ഒടുവിൽ കിടപ്പിലാണെന്ന് അറിഞ്ഞ് ഞാനവിടെ ചെന്നപ്പോ അധികം സംസാരിക്കണ്ട, ചുമ കൂടിയാലോ അമ്മവ. ഈ രാത്രി ഈ വയസ്സിനെ ഇങ്ങനെയൊക്കെ ഒളിപ്പിക്കാൻ ഒക്കൂളു മോളെ. ആ ഗോപിക്കുട്ടനോ, ഓടിവാ. മുത്തശ്ശന്റെ മോൻ ഓടിവാ. കം സർ. ആ അങ്ങനെ അച്ഛന് വിശേഷങ്ങളൊന്നുമില്ലല്ലോ? വിശേഷങ്ങളേ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ട് എന്തിനാണ്? അച്ഛാ, ഇത് ഞങ്ങളുടെ പുതിയ ഏരിയ മാനേജറാണ്, മിസ്റ്റർ അഗസ്റ്റസ് ഗൊൺസാൽവസ്. ഹലോ, ഹൗ ഡു ഡു? ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ. മിനി, സേ ഹലോ ടു ഗ്രാൻഡ് പാ. ഹലോ. ഓ, ആ അച്ഛാ, ഇന്നലെ ഞാൻ വക്കീൽ സ്വാമിയെ കണ്ടിരുന്നു. വലിയ താമസം ഉണ്ടാവില്ല വിധിക്ക് എന്നാണ് പറഞ്ഞത്. ഗൊൺസാൽവസ് സാറോട് ആദ്യമായിട്ട് വരികയാണ്. ഞങ്ങൾ ഈ സ്ഥലവും ബീച്ചും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാം. മോനിവിടെ നിൽക്കട്ടെ. പോവാം. ശരി. മോനെ ഗോപിക്കുട്ടാ, മുത്തശ്ശനോട് മോനും ഇഷ്ടമുണ്ടാ? ഏ കൈമൾ മാമൻ എന്നൊരു ഗസ്റ്റ് ഉണ്ടല്ലോ. ഇവൻ വരുമ്പോ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സ് തുറന്നും ചിരിക്കാൻ. മോന്റെ പേരെന്താ? ആ, മോന്റെ കൂടെ വന്നവരൊക്കെ എവിടെ? അച്ഛനും അമ്മയൊക്കെ? എത്തി നോക്കിയാ ബീച്ചിൽ കാണാം, ഉപ്പിയും ഗ്ലാസും ആഘോഷവും ഒക്കെ. എന്റെ തന്നെ തെറ്റാണ് കുഞ്ഞെ. ഒറ്റ മോൻ ആശിച്ചു വളർത്തി. അവന് പിന്നീട് ഒരു സഹായമാകുമല്ലോ എന്ന് കരുതി വലിയടത്തുനിന്നൊരു സംബന്ധവും നടത്തി. അവിടെ മുതലേ തെറ്റി. എല്ലാ ഭരണവും ആ വഴിക്കായി. ഒടുവിൽ അച്ഛൻ അധികപ്പറ്റും. ഇറങ്ങി പോകാൻ പറയുന്നതിന് മുമ്പേ ഞാനിങ്ങ് ഇറങ്ങി പോകുന്നു. ആഴ്ചയിൽ ഒരിക്കൽ വരും. എന്നെ കാണാനല്ല, ലയൺസ് ക്ലബിന്റെ മീറ്റിങ്ങിന്. അക്കൂട്ടത്തിലൊന്ന് മുഖം കാണിക്കും. കാണുന്നവർക്ക് തോന്നും അത്രയെങ്കിലും ചെയ്യുന്നല്ലോന്ന്. സ്നേഹത്തിന്റെ പേരിലല്ല ഈ ചടങ്ങ്. പഴയ ഒരു സ്വത്തവകാശ തർക്കം കോടതിയിലുണ്ട് ഇപ്പോഴും. അതെങ്ങാനും എനിക്ക് അനുകൂലമായി വിധിച്ചാൽ ഒരുപാട് സ്വത്ത് എൻ്റെ പേർക്ക് വരും. അത് തട്ടിയെടുക്കാനുള്ള ഒരു അടവാണ് ഈ വരവും സ്നേഹപ്രകടനവും എല്ലാം. അത് അങ്ങ് എഴുതി തന്നേക്കാമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അന്ന് തീരും ഈ വരവുമല്ല. ഇവന്റെ മൂത്തവള് മലയാളം പറയില്ല, കുറച്ചിലാണ്. ഇനി ഈ കുരുന്നു മനസ്സിൽ എന്നാണാവോ വിഷം കുത്തിവെക്കുന്നത്? വിധിയെ തിരുത്താൻ പറ്റില്ല. നല്ലോണം ബുദ്ധിയായി. ആരെ കൊണ്ടും പറ്റില്ല. വേണ്ട. മണി 7:30ആയി. അത്താഴത്തിനുള്ള വെള്ളി കൊടുക്കാനുള്ള സമയമായി. ബെല്ലടി ശബ്ദം കേട്ടാലേ അത്താഴെ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. അതില്ല. സ്റ്റീഫൻ വീക്കെൻഡിൽ നാട്ടിൽ പോകുമ്പോ വീട്ടിൽ എങ്ങനെയാണ് പതിവ്? ഊണിന് നേരാകുമ്പോ മണിയടിച്ചിട്ടല്ലല്ലോ അപ്പച്ചനെ അമ്മച്ചിയും വിളിക്കാറ്. ഞാൻ സ്നേഹത്തോടെ ചെന്ന് വിളിക്കും. ആഹാ, സ്നേഹത്തോടെ ചെന്ന് വിളിച്ചാൽ ഇവരും വരും. നമുക്കിനി അങ്ങനെ മതി. ആ, എന്താ ശരി. ഇതഴിച്ചു മാറ്റൂ. മാറ്റാൻ.